Professor Jayaprakash, Dr. Gopalmurthy, Dr. Smita, Dr. Raghvan. ഞാൻ ആദ്യം സംസാരിക്കാൻ മടിച്ചത് ഡോക്ടർ ഗോപാലൻകുട്ടി ആദ്യം സംസാരിച്ചിട്ട് എന്ന് അഭ്യർത്ഥിച്ചത് എനിക്ക് ഈ മേഖലയുമായിട്ട് പരിചയമില്ല എന്നുള്ളതാണ്. ഇത് ഗോപാലൻകുട്ടിയുടെയും രാഘവൻ്റെയൊക്കെ ഏരിയയാണ്. അവരൊക്കെ ധാരാളം ഇതിനെപ്പറ്റി വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഉപരിപ്ലവമായ ഒരു പരിചയം മാത്രമാണ്. കാരണം ഈ 19 നൂറ്റാണ്ടുകളിലെ പ്രത്യേകിച്ചും സാമ്പത്തിക പ്രശ്നങ്ങൾ, കാർഷിക പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ആഴത്തെ പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് അതിന് അവസരം ഉണ്ടായിട്ടില്ല. പഠിക്കുന്നത് തന്നെ അതിൻ്റെ രാഷ്ട്രീയ ആയ ചട്ടക്കൂടോ സാമൂഹ്യ ബന്ധങ്ങളോ അല്ലാതെ ഈ തരത്തിലൊരു പഠനത്തിന് എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഗോപാലൻകുട്ടിയെപ്പോലെ ആ മേഖലയുമായിട്ട് വിശദമായ പരിചയമുള്ള ഒരാൾ സംസാരിച്ചാൽ കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടു കൂടി വല്ലതും പറയാൻ എനിക്ക് കഴിയും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ നീട്ടി വെച്ചത്. ഡോക്ടർ രാഘവൻ ഈ ശ്രമം തുടങ്ങുന്ന കാലം മുതൽക്ക് രാഘവനുമായിട്ടുള്ള ബന്ധം എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നെ പഠിക്കാൻ ശ്രമിച്ച രേഖകൾ, പ്രമാണങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. എനിക്ക് രാഘവനെ കുറിച്ചുള്ള ഒരു അഭിനന്ദനം ഈ കാര്യത്തിൽ, അദ്ദേഹം പ്രധാനമായിട്ടും ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വീക്ഷണകോണിലും കൂടെ നോക്കാൻ ശ്രമിക്കുകയാണെങ്കിലും അത് മാത്രം പോരാ എന്നും ചരിത്രപരമായ മറ്റ് നിദർശനങ്ങളും വസ്തുതകളും ഒക്കെ പഠിക്കണമെന്നും അങ്ങനെ എല്ലാ തരത്തിലും കൂടി ഒരു ആ കാലഘട്ടത്തെ ഒന്നിച്ചെടുത്ത് സമഗ്രമായി പരിശോധിക്കണമെന്നും ഉള്ള ധാരണ ഡോക്ടർ രാഘവനുണ്ടായി എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റ് ബംഗാളിലാണെങ്കിൽ അല്ലെങ്കിൽ ഒറീസയിലാണെങ്കിൽ ഒഡീസി എന്നല്ല പറഞ്ഞത് ആണെങ്കിൽ മദ്രാസിൽ പോലും ഈ ക്ഷാമത്തെ പറ്റിയിട്ട് ധാരാളം പഠനങ്ങളും വിശകലനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മലബാറിനെ സംബന്ധിച്ചത് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം രാഘവൻ ഉയർത്തുന്നുണ്ട്. എന്തുകൊണ്ടെന്നുള്ള പൊതുവെ നമ്മുടെ ചരിത്ര പഠനം അടുത്ത കാലത്തിൽ തുടങ്ങിയിട്ടുള്ളൂ. അത് തന്നെ നമുക്ക് സർവകലാശാലകളിൽ സാമ്പത്തിക പഠന വിഭാഗങ്ങളില്ല, വളരെ കുറവാണ്. ഉള്ളവർക്ക് തന്നെ ഗവേഷണപരമായ കാഴ്ചപ്പാടിനേക്കാൾ അധികം മറ്റു പലതുമൊക്കെയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഏതായാലും രാഘവൻ പറഞ്ഞിട്ടുള്ള അത് ശരിയാണ്. ഞാനിതിനെ കാണുന്നത് ആ വഴിക്കല്ല. ഈ ലോഗിൻ്റെ മാനുവലിലും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളിലും സ്ട്രേഞ്ചിൻ്റെ റിപ്പോർട്ടിന് എൻ്റെ മറുവശം കാണിച്ചുകൊണ്ട് വില്യം ലോഗിന് എഴുതിയിട്ടുള്ള റിപ്പോർട്ടുകളും ഒക്കെ വായിച്ചു നോക്കിയപ്പോൾ ആദ്യം എനിക്കുണ്ടായ ഒരു ധാരണ, വില്യം ലോഗൻ പൊതുവെ മറ്റ് ആ കാലത്തെ ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്മാരെക്കാൾ കൂടുതൽ മലബാറിലെ ജനങ്ങളോട്, പ്രത്യേകിച്ചും മാപ്പിളമാരോട്, താഴെ കിടക്കുന്ന കൃഷിക്കാരോട്, പെസൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നു, അവരോടൊക്കെ കൂടുതൽ അനുഭവം കാണിച്ച ഒരാളാണ് എന്ന ധാരണയാണ് എനിക്കുണ്ടായത്. പ്രത്യേകിച്ച് സ്ട്രേഞ്ചിൻ്റെ റിപ്പോർട്ടിനെതിരായിട്ട് മാപ്പിളമാരുടെ മതഭ്രാന്താണ് ഈ ലഹളകൾക്കൊക്കെ കാരണം എന്ന് ഏതാണ്ട് വരുന്ന വിധത്തിലാണ് സ്ട്രേഞ്ച് എഴുതിയിരുന്നത്. അതിന് മറുവശം ഇദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല, അത് ബ്രിട്ടീഷുകാർ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ള ഭൂ നിയമ വ്യവസ്ഥ അതിലുള്ള തകരാറുകളാണ്. നേരത്തെ ഉണ്ടായിരുന്ന നാടുവാഴികളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭൂനിയമങ്ങളിൽ കുറേയൊക്കെ അയവുകളുണ്ടായിരുന്നു. ജന്മിയും കുടിയാനും തമ്മിൽ, ഒരു നാട്ടിൻ പുറത്തെ ആളുകൾ തമ്മിൽ ഒക്കെ ഉള്ള ബന്ധങ്ങളിൽ അത്ര തന്നെ റിജിറ്റല്ലാത്ത തലത്തിലുള്ള പഞ്ചായത്തുകളെ പോലെയുള്ള നാട്ടുകൂട്ടങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർ ചെയ്ത ഒരു തെറ്റായിട്ട് ലോകൻ ചൂണ്ടിക്കാണിച്ചായിട്ട് എനിക്ക് തോന്നിയത്, അവരുടെ ലാൻഡ് ലോഡ് സിസ്റ്റം, അതായത് ലാൻഡ് ലോഡ് ജന്മി എന്ന് പറയുന്നത് അയാളൊരു അങ്ങേ അറ്റത്തെ
അബ്സല്യൂട്ട് ജന്മിയാണ്, ഓണറാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ജന്മിയാണെങ്കിൽ പോലും ജന്മിയും കുടിയാനും ഒരേ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. അവർ തമ്മിൽ മറ്റു തരത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങൾ ധാരാളമുണ്ട്. നാട്ടുകൂട്ടങ്ങളുണ്ട്, ജാതി കൂട്ടങ്ങളുണ്ട്, പിന്നെ എഴുതപ്പെട്ട നിയമങ്ങൾ കഷ്ടിയാണത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നപ്പോൾ അവർ കോടതി ഉണ്ടാക്കി, ആ കോടതി നിയമങ്ങൾ എഴുതി വെച്ചു, അതിനപ്പുറം പോകാൻ പറ്റില്ല. പിന്നെ ആ കൂട്ടത്തിലാണല്ലോ അവർ വേറെ ചിലർക്ക് ഏർപ്പെടുത്ത് പുതുതായിട്ട് കുറച്ച് കൊല്ലങ്ങൾ കൂടുമ്പോൾ മേൽച്ചാട്ടാവാം, പിന്നെ കൃഷിക്കാരന് കൊടുത്തിട്ടുള്ള കണ്ടീഷൻസ് മാറ്റിയിട്ട് എഴുതാം, അല്ലെങ്കിൽ വേറൊരാളെ പറഞ്ഞേക്കാനുള്ള അധികാരം പണ്ടുണ്ടായിരുന്നില്ല. നാടുവാഴികളുടെ കാലത്ത് അവരെത്ര തന്നെ ദുഷ്ടന്മാരും പിന്നെ അവരുടെ സ്വാർത്ഥികളും ഒക്കെ ആയിരുന്നെങ്കിൽ പോലും ഒരു കുടിയാനെ കുടി ഒഴിപ്പിക്കാനുള്ള ഒരു നിയതമായ അവകാശം പഴയ നാടുവാഴികൾക്കുണ്ടായിരുന്നു. അതൊക്കെ ബ്രിട്ടീഷ് കോർട്ടുകൾ വന്നപ്പോൾ, എഴുതപ്പെട്ട നിയമങ്ങൾ വന്നപ്പോൾ ഉറപ്പായി. അതുകൊണ്ട് കുറെ കൂടി ജനങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടായി എന്ന ഒരു വശം. ഇത് ലോഗൻ ചൂണ്ടിക്കാണിച്ചു എന്നതുകൊണ്ട് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് എന്തോ നാട്ടിലെ ജനങ്ങളുമായിട്ട് മറ്റ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെക്കാൾ കൂടുതൽ അനുഭവം ഉണ്ടായിരുന്നു എന്നാണ്. ഞാൻ ആദ്യമായി പിന്നെ ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിലും ഇന്ത്യ ഓഫീസ് ലൈബ്രറിയിലും ചെന്ന് എൻ്റെ നേരിട്ടുള്ള താല്പര്യത്തിൽപ്പെട്ടതല്ലെങ്കിൽ പോലും ഒരു കൗതുകം കൊണ്ട് നോക്കിയപ്പോഴാണ് ലോഗിൻ്റെ ഡയറികളും കറസ്പോണ്ടൻസും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചത്. അപ്പോൾ ഒരു കൗതുകം കൊണ്ട് അങ്ങനെ ഞാൻ തിരിച്ചു വരികയും അപ്പം ചില കാര്യങ്ങൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത്, ഇയാൾ എന്താ ഈ നായന്മാരെ ഇത്ര സ്മരിച്ച് പറയുന്നത്, ഇയാൾ എന്താ മാപ്പിളമാരുടെ മതഭ്രാന്തിനെ മറ്റാളെ കുറ്റം പറഞ്ഞതിനെ കുറ്റം പറയുന്നത്, അങ്ങനെ ഒരു സിമ്പതി ഉണ്ടാവാൻ എന്ത് കാരണം എന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എനിക്കൊരു ക്ലൂ അതിൽ കിട്ടിയത്. ഇയാൾ ഇംഗ്ലീഷുകാരനല്ല, ഇയാൾ ഐറിഷാണ്. അയർലൻഡിൽ പെസൻറ്റ് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നപ്പോൾ അതിനോട് അനുഭവം ഉണ്ടായിരുന്ന, അതിൽ ഇടപെട്ടിരുന്ന പിന്നെ ചില കുടുംബങ്ങൾ പ്രസ്ബിറ്റീരിയൻ, റിലിജിൻ്റെ ഒരു അംശം അതിലുണ്ട്, പ്രസ്ബിറ്റീരിയൻ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളായിരുന്നു. അതിൻ്റെ പാരമ്പര്യം ലോകനുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു. ഏതായാലും എനിക്ക് കൂടുതൽ പഠിക്കാനുള്ള അവസരം എനിക്കുണ്ടായില്ല. ഞാൻ തിരിച്ചു വന്നിട്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡോക്ടർ KK ഗ്രൂപ്പിനോട് ഇങ്ങനൊരു അവസരമുണ്ട്, അതുകൊണ്ട് ലോകനെ പറ്റി നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്, എങ്ങനെയാണ് ലോകനും മറ്റ് ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കാഴ്ചപ്പാടിലെ വ്യത്യാസം ഉണ്ടായത് എന്ന് അന്വേഷിക്കാവുന്നതാണെന്ന് പറയുകയും അദ്ദേഹത്തിനൊരു ഫെലോഷിപ്പ് ഏർപ്പാട് ചെയ്യാൻ കഴിഞ്ഞിട്ട് അന്ന് അവിടെ പോയി തിരിച്ചു വന്ന് ലോകനെ പറ്റിയിട്ടൊരു മോണോഗ്രാഫ് എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള പരിചയമാണ് ലോകിൻ്റെ ഇതിനെപ്പറ്റിയുള്ളത് എനിക്കുള്ളത്. പിന്നെ മറ്റൊന്ന് ഡോക്ടർ ആഹാനോടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ഗോപാലൻകുട്ടി അത് കുറച്ചുകൂടി വിസ്തരിക്കുകയും ചെയ്തു. ഈ നികുതി, നിലത്തു നിന്നുള്ള ഭൂനികുതി, കൃഷിക്കാരുടെ അടുത്ത് നിന്നുള്ള പിടിച്ച് സമ്പാദിക്കുന്ന നികുതി, അത് മാത്രമാണ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവർക്ക് ഉണ്ടായിരുന്ന പ്രധാന വരുമാനം എന്നുള്ളതാണ്. അത് രസമുണ്ട്. നേരത്തെ ഗോപാലൻകുട്ടി പറഞ്ഞു സാമൂഹ്യപ്പാടിന് സ്വർണത്തിൻ്റെ ആഭരണം ഉണ്ടാക്കി കൊടുക്കാൻ പോലും കഴിവില്ലായിരുന്നു. ആ കാലത്ത് ക്യാഷ് അത്ര ഉണ്ടായിരുന്നില്ല. ഈ രാജാക്കന്മാർക്ക് നാടുവാഴികൾക്കൊക്കെ കിട്ടിയിരുന്ന കുറച്ച് നെല്ലോ തേങ്ങയോ പിന്നെ കാട്ടുപ്രദേശത്തിൽ നിന്നാണെങ്കിൽ തേനോ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാഷിൻ്റെ ഇടപാട് പിന്നീട് നമുക്ക് പ്ലാന്റേഷൻസൊക്കെ വരികയും ആധുനിക ദശയിലേക്ക് നാം 20ാം നൂറ്റാണ്ടിലേക്ക് കടക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഉള്ളൂ. അതുകൊണ്ട് നാടുവാഴികളെടുത്ത് പണം എന്നുള്ള നിലയ്ക്ക് പണം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ശരിയാണ്. ഇനി നികുതി കൂട്ടിയെന്നുള്ളത് ശരിയാണ്. പിന്നെ ടിപ്പു സുൽത്താനുമായിട്ടുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നതിന് ശേഷം ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ വധിക്കുകയും മലബാർ സ്വന്തമാക്കുകയും ചെയ്തപ്പോൾ അവർ നികുതി സമ്പ്രദായം പരിഷ്കരിച്ചാൽ വർദ്ധിപ്പിക്കേണ്ട നികുതിയുടെ പിന്നെ ക്വാണ്ടം. എന്നിട്ടാണ് പഴയ നാടുവാഴികളോട് പറഞ്ഞ് നിങ്ങൾക്ക് ഭരിക്കാനുള്ള അവകാശമില്ല, നിങ്ങൾ കുറേക്കാലമായിട്ട് കുടിക്കുന്ന ആളുകളിലെ നിങ്ങൾക്ക് ജനങ്ങളെ അറിയില്ല, ജനങ്ങൾക്ക് നിങ്ങളെ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കയറി ഒന്നും ചെയ്യാവുന്നത്. മുമ്പ് അവർ പറഞ്ഞിരുന്നത് പിന്നെ ടിപ്പു സുൽത്താനെ നിന്ന് മലബാറിനെ മോചിപ്പിച്ചാൽ നിങ്ങൾക്ക് ഭരണം തിരിച്ചു തരാമെന്ന്. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. കുറച്ചുകൂടി ബുദ്ധി വന്നു, ഇന്ന് വേണ്ടാന്ന് വെച്ചു. അതേ സമയത്ത് അവർ ഈ നാടുവാഴികളോട് ഞങ്ങളുടെ നികുതി പിരിവുകാരായിട്ട് കമ്മീഷണർമാരായിട്ട്
നിൽക്കണം, അതിനുള്ള കമ്മീഷൻ നിങ്ങൾക്ക് തരാം എന്ന് പറയുകയും ചെയ്തു. ആ കൂട്ടത്തിലാണ് ഈ പഴശ്ശി കേരളവർമ്മ ബ്രിട്ടീഷ് അധികാരികളുമായിട്ട് തെറ്റിയത്. കാരണം അതിൻ്റെ ഒരു കാരണം ഇതായിരുന്നു, ഇവർ നികുതി വളരെ കൂട്ടിയെന്നുള്ളതാണ്. പഴയ കാലത്ത് ടിപ്പു സുൽത്താനുമായിട്ടുള്ള യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള നികുതി വ്യവസ്ഥയേക്കാൾ വളരെയധികം കൂട്ടി. അതുകൊണ്ട് നിങ്ങളുടെ നികുതി പിരിവുകാരനായിട്ട് നിൽക്കാൻ ഞാൻ തയ്യാറില്ല എന്നായിരുന്നു കേരളവർമ്മയുടെ ഒരു വാദം. അപ്പോൾ അത് ശരിയാണ്, നികുതി ഇവർ വളരെയധികം കൂട്ടി. ഇത് ഈ രാജ്യത്ത് എങ്ങനെയാണ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നുള്ളതിനേക്കാൾ അധികം ഞങ്ങൾ അന്യദേശത്തു നിന്ന് വന്നവരാണ്. എനിക്ക് ആകെ താല്പര്യമുള്ളത് ഇവിടെ നിന്നുള്ള നികുതി വരുമാനം സമ്പാദിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നൊരു മനോഭാവം, ഒരു തരത്തിലുള്ള ഒരു ഇൻഡിഫറൻസ്, ഒരു തരത്തിലുള്ള ഒരു സിനിസം അവർക്കുണ്ടായിരുന്നു. തീർച്ചയായും അത് നോക്കുമ്പോൾ ലോകം ഇത്ര ക്ഷീണമായിരുന്നു എന്നാണ് എൻ്റെ സംശയം. പിന്നെ മറ്റൊന്ന്, ഡോക്ടർ രാഘവൻ്റെ പുസ്തകം ഞാൻ കുറേ അവിടെയൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ലോകൻ ഈ പിന്നെ ക്ഷാമത്തിൻ്റെ കാര്യങ്ങളെ കുറേ മറച്ചു വെച്ചു എന്ന് പറയുന്നുണ്ട്. അത് മറച്ചു വെച്ച് എത്തുന്നത് ശരിയാണെന്നുള്ളത് എനിക്ക് നോക്കാൻ കഴിയില്ല, പക്ഷെ നോക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം മലബാറിനെ അതിൻ്റെ അപ്പുറത്തുള്ള തമിഴ്നാടായിട്ടും അല്ലെങ്കിൽ കർണാടകമായിട്ടും ആന്ധ്രയായിട്ടൊക്കെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കാവുന്ന ഒരു കാര്യം, എൻ്റെ പൊതുവായ പിന്നെ കേരളീയ ജീവിതത്തെ പറ്റിയുള്ള ധാരണയിൽ നിന്നുണ്ടാകുന്ന ഒരു ബോധം, മലബാറിലെ ആളുകൾ അരിഭക്ഷണക്കാരാണ്, പൂർണ്ണമാണ് കാര്യമായിട്ടുള്ളത്, ഉണ്ടവനും എന്നൊക്കെയുള്ള ഒരു ധാരണ. എങ്കിൽ പോലും ഈ ആന്ധ്രയിലോ അല്ലെങ്കിൽ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഉണ്ടാകുന്നത് പോലെ വലിയ ക്ഷാമങ്ങൾ ഉണ്ടായിട്ട് ആളുകളിൽ നിന്ന് നാട് വിട്ടു പോവുകയും പട്ടിണി കിടന്ന് മരിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു ചെറിയ തടസ്സം ഇവിടെ ഉള്ളത് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ സെറ്റിൽമെൻറ്റ് പാറ്റേണുമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് മാത്രമല്ല, കാരണം എവിടെ കുളിച്ചാലും വെള്ളം കിട്ടും, നദികൾ ധാരാളമുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല, ഏരികൾ അല്ലെങ്കിൽ വലിയ പുഴകളൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ തഞ്ചാവൂർ തീർച്ചയായും വലിയൊരു നെല്ലറയാണ്. അങ്ങനെ ഒന്ന് നേരത്തെ ഡോക്ടർ ഗോപാലൻകുട്ടി ചൂണ്ടിക്കാണിച്ചത് പോലെ കേരളത്തിലില്ല. അത്രയധികം സർപ്ലസ് റൈസ് കിട്ടുന്ന സ്ഥലമില്ല. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, പയ്യന്നൂരിന് തെക്ക് കരിക്കാട് വരെ, മഞ്ചേരി കരിക്കാട് വരെ ബ്രാഹ്മണ സെറ്റിൽമെൻറ്റ്സ് ഇല്ല. അതിന് കാരണം ഉപ്പ് കയറുന്നതാണ്. നദികളിലൊക്കെ ഉപ്പ് കയറും, വെള്ളത്തിലൊക്കെ ഉപ്പ് കയറും. പിന്നെ നെൽവയലുകൾ കുറവാണ്. പിന്നെയും ഈ മധ്യ മലബാറിലും തെക്കേ മലബാറിലും പാലക്കാട്ടുമാണ് കുറച്ചെങ്കിലും നെൽകൃഷിയുള്ളത്. ആ നെൽകൃഷി തന്നെ ഒരിക്കലും നമ്മുടെ അറിയപ്പെടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ ഒരിക്കലും പര്യാപ്തമായ രീതിയിൽ ഇവിടെ അരി ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ മൈസൂരിൽ നിന്ന്, അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്ന്, അതല്ലെങ്കിൽ ബർമയിൽ നിന്ന് ഒക്കെ അരി ഇറക്കുമതി ചെയ്തിട്ടാണ് ഇന്നും മലബാർ ഭക്ഷണം കഴിച്ചിരുന്നത്. ശരിയാണ്. പക്ഷേ ഒരു കാര്യത്തിൽ രാഘവൻ ചൂണ്ടിക്കാണിച്ചതും ഡോക്ടർ ഗോപാലൻകുട്ടി പറഞ്ഞതും എത്ര ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അന്വേഷിക്കേണ്ടതാണ്. കാരണം ടിപ്പുവിനെ തോൽപ്പിച്ച് വധിച്ച് മലബാർ കൈക്കലാക്കിയ ശേഷം ഇവിടെ ക്ഷാമം വരും എന്നുള്ള സൂചന വരുമ്പോഴേ മൈസൂരിൽ നിന്ന് അരി ഇറക്കുമതി ചെയ്യാൻ വിഷമമുണ്ടായി എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതെങ്ങനെയാണ് ശരിയാവുമെന്ന് എനിക്ക് സംശയം. കാരണം ടിപ്പുവിനെ വധിക്കുകയും മലബാർ കൈവശപ്പെടുത്തുകയും ചെയ്തപ്പോൾ അതേ സമയത്ത് തന്നെ അവർ മൈസൂരിനെ കൈവശപ്പെടുത്തിയിരുന്നു. അപ്പോൾ മൈസൂരും മലബാറും തമ്മിലൊരു മത്സരമോ ഒരു അകൽച്ചയോ ഉണ്ടാവേണ്ട കാര്യമില്ല. രണ്ടും ബ്രിട്ടീഷ് മേധാവിത്വത്തിന് കീഴിലാണ്. അതുകൊണ്ട് പഴയ ടിപ്പു അവിടെ ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന പോലെ ഉള്ള ഒരു വിരോധം, ഒരു വിദ്വേഷം, അല്ലെങ്കിൽ അരി കയറ്റി അയക്കുന്നതിനുള്ള ഒരു മടി മൈസൂരിന് പിന്നീട് ഉണ്ടാകാനുള്ള കാരണമുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഉണ്ടാകാനിടയില്ല എന്ന് ഞാൻ സംശയിക്കുകയാണ്. അതുപോലെ തന്നെ ബർമയിൽ നിന്നൊക്കെ പ്രശ്നം ഉണ്ടായി. അവിടുന്ന് കയറ്റുമതി ഇങ്ങോട്ടുള്ള അരിയൊക്കെ കുറഞ്ഞു. പിന്നെ മലബാറിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, അരിക്ക് പുറമേയുള്ള ഭക്ഷണ വസ്തുക്കൾ ധാരാളം. അരിയാണ് പ്രധാന ഭക്ഷ്യവസ്തു. കഞ്ഞിയോ ചോറൊക്കെ ആണെങ്കിൽ പോലും ചക്ക, മാങ്ങ, കശുവണ്ടി, പിന്നെ കപ്പ. പിന്നെ പോർച്ചുഗീസുകാരൊക്കെ വന്നതിന് ശേഷം കപ്പ,
ഇതൊക്കെ തന്നെ അനുബന്ധ ഭക്ഷണ വസ്തുക്കളായിട്ട് ഇവിടെ ഉണ്ട്. അരി കുറവായാൽ പോലും, നെൽകൃഷി കുറവായാൽ പോലും, അരിയുടെ ഇറക്കുമതി കുറവായാൽ പോലും അയൽ സംസ്ഥാനങ്ങളിൽ ഉള്ള പോലെ അത്ര ഭീകരമായ ക്ഷാമം ഇവിടെ ഉണ്ടാവുമോ എന്ന് ഞാനൊരു സാധാരണക്കാരെന്ന നിലയിൽ സംശയിക്കുകയാണ്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എൻ്റെ അടുത്തില്ല. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ 1700 ആണല്ലോ അവിടെ പഠനം തുടങ്ങുന്നത്. ആ കാലത്തൊക്കെയുള്ള നമ്മുടെ ഡാറ്റ എന്തിനനുസരിച്ചാണ് നിൽക്കുന്നത്? ബ്രിട്ടീഷുകാർ പിന്നെ ടിപ്പുവിനെ തോൽപ്പിച്ച് മലബാർ കൈവശപ്പെടുത്തുന്ന 1800 കൂടിയിട്ടാണ്. 1800 ശേഷം ഒരു സാമ്പ്രദായികമായ രീതിയിലുള്ള ഭരണം, ബ്രിട്ടീഷ് ഭരണം, ഇംഗ്ലീഷ് ഭരണം, കമ്പനിയുടെ ഭരണം ഒക്കെ ഇവിടെ ഏർപ്പെടുത്തിയതിന് ശേഷം 1800 ശേഷമുള്ള കണക്കുകളാണ് നമുക്ക് കിട്ടാറുള്ളത്. അതിന് മുമ്പ് എങ്ങനെയാണ് കണക്കെടുക്കുക? ഇപ്പോൾ കോലത്തിരിയുടെ നാട്ടിൽ അയാൾക്കറിയാവുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ സാമൂഹിയുടെ നാട്ടിൽ, വള്ളുവപ്പനാരിയുടെ നാട്ടിൽ എന്നുള്ളതല്ലാതെ അവർക്കൊന്നും സെൻസസ് ഇല്ല, അവർക്കൊന്നും സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല. അപ്പോൾ ഏത് വിധത്തിലാണ് നമ്മൾ 1800 മുമ്പ് ഉള്ള ക്ഷാമാവസ്ഥ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് കണക്കാക്കുന്നത് എന്നറിയുന്നില്ല. ഒരു പക്ഷേ ഇപ്പം ഡോക്ടർ രാഘവൻ പറഞ്ഞ പോലെ തെലിച്ചെടി ഫാക്ടറി അവരുടെ ഉണ്ട്, 10-20 വലിയ വോളൻസ് ഉണ്ട് തെലിച്ചെടി കറസ്പോണ്ടൻസ് വന്നിട്ട്. അതിൽ തലശ്ശേരിയും അതിന് ചുറ്റുള്ള ഭാഗങ്ങളും അതായത് കോഴിക്കോടിന് കണ്ണൂരിന് ഇടയ്ക്കുള്ള ഭാഗത്തുള്ള അരിയുടെ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ സപ്ലൈ എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ അപ്പുറത്ത് ഉൾനാടുകളിൽ ഒക്കെ ഉള്ള കണക്ക് എവിടെയുള്ളത്? എന്തിനാശ്രിതമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക? അപ്പോൾ നമ്മളുടെ പിന്നെ സൈദ്ധാന്തികമായ നിഗമനങ്ങൾ പലതും വളരെ അപൂർവമായ, വളരെ ദുർലഭമായ, സംശയാസ്പദമായ കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി വേണം ഉണ്ടാക്കാൻ. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയാൻ, നിർണായകമായ രീതിയിൽ അഭിപ്രായം പറയാൻ പ്രയാസമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകത്തിലോ ഉള്ളതിൽ കൂടുതൽ നമുക്ക് ഈ ഗ്രാമങ്ങൾ അതിനൊന്നും അകൽച്ചില്ല. മറ്റുള്ള എല്ലാത്തിലും അതുണ്ട്. ഒരു ഗ്രാമവും വേറെ ഗ്രാമവും തമ്മിൽ വേർതിരിക്കുന്ന വ്യക്തികളില്ല. അപ്പോൾ തുടർച്ചയായിട്ട് കിടക്കുന്നതിൽ എല്ലാ പറമ്പുകളിലും കുറേ ഭക്ഷ്യവസ്തുക്കൾ, പച്ചക്കറികൾ, പഴങ്ങൾ ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു പതിവുണ്ട്. ഒരു വീടും പറമ്പും ഉണ്ടാവും. വീടും വയലുമുള്ള പോലെ തന്നെ വീടും പറമ്പും ഉണ്ടാവും. അതുകൊണ്ട് വയലിൽ നിന്നുള്ള നെൽകൃഷിയിൽ നിന്നുള്ള ആദായം കുറവാകുന്ന കാലത്ത് പോലും ക്ഷാമം സാങ്കേതികമായ അർത്ഥത്തിൽ അരിക്ക് ക്ഷാമം വന്നാൽ പോലും മറ്റ് ഭക്ഷ്യവസ്തുക്കൾക്ക് കുറവുണ്ടാവണം എന്നില്ല. അല്ലെങ്കിൽ ആത്യന്തികമായ രീതിയിൽ അയൽ സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ ക്ഷാമം ഇവിടെ വരാൻ പ്രയാസമാണ് എന്ന ഒരു ഇംപ്രഷനാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് കൂടുതൽ പരിശോധിക്കേണ്ടതാണ്. പിന്നെ ലോകൻ അത് സപ്രസ് ചെയ്തു എന്ന് പറയുന്നത് തൻ്റെ അത് ശരിയാണ് പക്ഷേ അദ്ദേഹം ചെയ്തിരിക്കാവുന്ന ഒരു കാര്യം ബ്രിട്ടീഷ് ഭരണം ഉണ്ടാവുന്ന കാലത്തേക്കാൾ അതിന് മുൻപുള്ളതുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫ്യൂ റെക്കോർഡ്സ് അദ്ദേഹം പറയുന്നത്. റെക്കോർഡ്സ് എന്നാണ് പറയുന്നത്. ഫാമിൻ ഉണ്ടായതിനെ പറ്റിയിട്ട് അവർ അധികാരം സ്ഥാപിച്ചതിന് ശേഷം ഫ്യൂ റെക്കോർഡ്സ് നോക്കിയാണ് അതിന് എഴുതിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. റെക്കോർഡ്സ് ഇല്ലായ്മ അതിൽ നമുക്ക് ലോകനെ ആക്ഷേപിക്കാൻ വയ്യ. ഇല്ലാത്ത റെക്കോർഡ്സ് വെച്ചിട്ട് ക്ഷാമം ഉണ്ടായെന്നോ ഇല്ല എന്നോ അദ്ദേഹം എഴുതിയിട്ടില്ലെങ്കിൽ, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം റെക്കോർഡ്സ് ഇല്ല എന്ന് അദ്ദേഹം എഴുതിയാൽ, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ക്ഷാമമില്ല എന്ന് അദ്ദേഹം എഴുതിയതായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്നൊരു ശങ്ക എൻ്റെ മനസ്സിലുണ്ട്. അതൊന്ന്. പിന്നെ ഈ ഗ്രാമങ്ങൾ തമ്മിൽ വലിയ അകൽച്ചയില്ല. അതിനിടയ്ക്ക് ബാരൻ ലാൻഡ്സ് അധികമില്ല. വലിയ മലകളൊന്നുമില്ല. മലപ്രദേശങ്ങളിലാണെങ്കിൽ ആദിവാസികളൊക്കെ ഉണ്ട്. അവർക്ക് കായികനികളൊക്കെ ധാരാളം കിട്ടുന്നുണ്ട്. അവരത് ഭക്ഷണം ശീലിച്ചിട്ടുള്ളവരുണ്ട് അതിനേക്കാൾ അധികം. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ തെക്കൻ ബംഗാളിലും ഒറീസയിലും മലബാർ പ്രദേശത്തും ഉള്ള സെറ്റിൽമെൻറ്റ് പാറ്റേൺ, പിന്നെ ജല സ്രോതസ്സുകളുടെ സാന്നിധ്യം, അരിയും നെല്ലുവരി അല്ലാത്തുള്ള ഭക്ഷ്യവസ്തുക്കളുടെ സാന്നിധ്യം, ഇതും കൂടി കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ ക്ഷാമം എന്ന് പറയുന്നത് പോലെ ക്ഷാമമാണോ
മലബാറിലുണ്ടായത് എന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. ഏതായാലും ഈ നേരത്തെ ഡോക്ടർ ഗോപാലൻകുട്ടി പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് വളരെ ഒറിജിനലായിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസാണ് ഡോക്ടർ രാഘവനോട് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന് അദ്ദേഹം സാമ്പ്രദായികമായ ചരിത്രപരമായ സാമഗ്രികളും മറ്റ് ആർക്കൈവ്സിൽ കിട്ടാവുന്ന രേഖകളും കിട്ടാവുന്നിടത്തോളമുള്ള രേഖകളും തൻ്റെ സൈദ്ധാന്തികമായ സാമ്പത്തിക ശാസ്ത്ര പഠനത്തിൻ്റെ ഫലങ്ങളും എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു പൂർണ്ണചിത്രം രചിക്കാനുള്ള ആദ്യത്തെ ശ്രമമാണിത്. അത് കൂടുതൽ പഠനത്തിന് വിധേയമാക്കാൻ ഒരു പക്ഷേ നമുക്ക് സാധിക്കും. ഇതൊരു ഇൻവിറ്റേഷൻ ആയിരിക്കും വരാൻ പോകുന്ന ഗവേഷണ വിദ്യാർത്ഥികൾക്ക് എന്നെനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് വിലയിരുത്താനുള്ള കോമ്പറ്റൻസ് എനിക്കില്ല. എങ്കിലും എൻ്റെ നോട്ടത്തിൽ ഈ പ്രയത്നം വളരെ സഫലമാണ്, വളരെ ആവശ്യമാണ്, ആരോഗ്യകരമാണ്. കാരണം മലബാറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആളുകൾ ഒന്നുകിൽ മലബാർ കടയെ പറ്റി ആലോചിക്കും, അല്ലെങ്കിൽ താമരപ്പാടും വള്ളുവനാട് യോഗം തമ്മിലുള്ള വഴക്കുകളെ കുറിച്ച് ആലോചിക്കും, അല്ലെങ്കിൽ കൊച്ചിയെപ്പറ്റി കൊച്ചിയും കോഴിക്കോടും തമ്മിലുള്ള യുദ്ധങ്ങളെ പറ്റി ആലോചിക്കും, അല്ലെങ്കിൽ പോർച്ചുഗീസുകാരും കുഞ്ഞാലി വൈക്കന്മാരും കൂടിയുള്ള യുദ്ധങ്ങളെ പറ്റി ആലോചിക്കും. അല്ലാതെ ക്ഷാമം എന്നുള്ളൊരു വിഷയം, ഫാമിൻ, അത് എടുത്ത് അതിൽ സ്റ്റേറ്റിൻ്റെ പങ്ക് എന്തായിരുന്നു, എത്രത്തോളം, അതാണ് ഇവിടെ ഒരു പ്രശ്നമുള്ളത്. പിന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് താമരപ്പാടിൻ്റെ കാലത്തോ അല്ലെങ്കിൽ മറ്റ് നാടുവാഴികളുടെ കാലത്തോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു അപ്പറാറ്റസ്, ഒരു പിന്നെ ചട്ടക്കൂട് ഉണ്ടായിരുന്നോ? ശരിക്കും നാടുവാഴിത്തത്തിൽ അതില്ല. ആ ഫ്യൂഡൽ സമ്പ്രദായത്തിൽ അതിന് സ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു അധികപ്പറ്റായിരിക്കും എന്നുള്ള ബോധമാണ് എനിക്കുള്ളത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അധികാര സ്ഥാപനത്തോടു കൂടി മാത്രമേ മലബാറിലെ ഈ പ്രദേശത്ത് സ്റ്റേറ്റ് എന്നുള്ള ഒരു വസ്തു ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് സ്റ്റേറ്റിൻ്റെ ഫെയിലിയർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഉണ്ടായി വരുന്നേ ഉള്ളൂ. അങ്ങനെ ഒന്നും ഉണ്ടാക്കാനാണ് 1800 ശേഷം അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് 1858 ശേഷം കൂടുതൽ ശക്തമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് കീഴിൽ വന്നപ്പോൾ അവർ ശ്രമിച്ചത്. അപ്പോഴാണ് ഈ ചട്ടക്കൂട് ഓരോ ഭാഗങ്ങളിലായിട്ട് താലൂക്കുകളിലായിട്ടും വില്ലേജുകളായിട്ടും ഒക്കെ ഭാഗിച്ച് ഉണ്ടാക്കി അവിടെയൊക്കെ അധികാരികളെ നിശ്ചയിച്ച് ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ച് അങ്ങനെ തുടർച്ചയായിട്ടുള്ള ഒരു ഭരണം. അതുവരെ ഭരണമില്ല. ഇവിടുത്തെ നായന്മാരുണ്ടാവും, അവരുടെ ധന്യാസമായിരിക്കും, അല്ലെങ്കിൽ ചില ആചാരങ്ങളൊക്കെ അവർ പണ്ടുള്ളത് അനുസരിച്ചിരിക്കും എന്നല്ലാതെ സ്റ്റേറ്റ് എന്ന് പറയാവുന്ന ഒരു സ്ഥാപനം ബ്രിട്ടീഷുകാരുടെ കാലത്ത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതും പോരാഞ്ഞിട്ട് അവരുടെ കാലത്ത് മാത്രമേ ഈ കണക്കെടുപ്പും ഉണ്ടാകുന്നുള്ളൂ. അതിൽ തന്നെ പിന്നെ കൽച്ചറി ഫാക്ടറി അതൊക്കെ ചുറ്റുമുള്ള കണക്കല്ലാതെ മറ്റ് ശരിയായ കണക്കുകൾ അതുവരെ നമുക്ക് കിട്ടാനില്ല. അപ്പോൾ 1858 ശേഷം മാത്രമേ കണക്കെടുക്കാൻ കഴിയൂ. ഈ മാതിരി എല്ലാതരം അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇതിലുണ്ട്. അതിനിടയിൽ കൂടെയാണ് രാഘവൻ തൻ്റെ അന്വേഷണ ബുദ്ധി കൊണ്ട് പോയി കിട്ടാവുന്ന വസ്തുതകൾ ശേഖരിച്ച് ആദ്യമായിട്ട് ചില നിഗമനങ്ങൾ ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ സ്വാഗതാർഹമായ ഒരു പ്രവർത്തനമാണ്. ഫാമിൻ എന്ന് പറയാവുന്ന കണ്ടീഷൻ ഇപ്പോൾ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ഉണ്ടാകുന്ന മാതിരി അല്ലെങ്കിൽ ബീഹാറിലുണ്ടാകുന്ന മാതിരി ഉള്ള ക്ഷാമങ്ങൾ ഇവിടെ ഉണ്ടാവാൻ, പിന്നെ ആളുകൾ മുഴുവൻ രാജ്യം മുഴുവൻ കൈവച്ച് അങ്ങനെ പോവാം, അങ്ങനെയുള്ള ക്ഷാമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. ദാരിദ്ര്യം ശരിയാണ്. ആ ദാരിദ്ര്യത്തിൻ്റെ കുടകൊണ്ടാണല്ലോ ആളുകൾ പട്ടാളത്തിൽ പോയത്. എത്ര ആളുകളാണ് 1-ാം ലോകമഹായുദ്ധകാലത്ത് പോയത്, 2-ാം ലോകമഹായുദ്ധം. അപ്പോൾ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെട്ടു വരുന്ന കാലഘട്ടമാണ്. എന്നിട്ട് പോലും ബ്രിട്ടീഷുകാരുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നാൽ അതിന് തെറ്റിക്കരക്കി ആളുകൾ പോവുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അത് ദാരിദ്ര്യാവസ്ഥയുടെ ഒരു പ്രതിഫലനമായിട്ട് കണക്കാക്കാവുന്നതാണ്. പക്ഷേ യഥാർത്ഥമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഇനിയും നമ്മൾ ആർക്കൈവ്സിൽ ഉണ്ടാകാൻ വഴിയില്ല. കാരണം അത് ഗവൺമെൻറ്റിൻ്റെ രേഖകളുടെ പ്രമാണങ്ങൾ മാത്രമാണ്. കുറെ കൂടി സ്വകാര്യ പ്രമാണങ്ങൾ ശേഖരിക്കാൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞേക്കാം. നാടുവാഴികളുടെ ജന്മികളുടെ ഒക്കെ കണക്ക് തലശ്ശേരി കോടതിയിൽ 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഈ കൂട്ടുകുടുംബങ്ങളുടെ ഭാഗത്തിനെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ, അതിൻ്റെ രേഖകൾ ഒരുപാടുണ്ട്. അതൊരിക്കൽ ശിവരാമൻ നായർ ജഡ്ജി ആയിരുന്നപ്പോൾ
എന്നോട് പറയുണ്ടായി, അവിടെ ഒരുപാട് കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചരിത്രകാരന്മാർക്ക് അതൊക്കെ ശേഖരിച്ചുകൂടെയാണ്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പറഞ്ഞു വന്ന് കൂട്ടി കൂമ്പാരമായിട്ട് ഒതുക്കി വെച്ചിരിക്കുകയാണ്, അതിൻ്റെ കാലക്രമത്തിൽ അടുക്കി വെച്ചിട്ടില്ല, അതുകൊണ്ട് പഠിക്കാൻ എളുപ്പമല്ല. അത് അവരാർക്കും കൊടുക്കുകയില്ല. അത് ആർക്കൈവ്സ് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുകയും ക്രമത്തിൽ ശേഖരിച്ച് ഓരോ തരത്തിലുള്ള വകതിരിച്ച് വയ്ക്കുകയും അവിടെ ഗവേഷണ വിദ്യാർത്ഥികൾ കുറച്ചു കാലം പരിശ്രമിക്കുകയും ചെയ്താൽ മാത്രമാണ് കുറെ കൂടി ബലപ്പെടുത്താവുന്ന നിഗമനങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. പക്ഷേ രാഘവൻ്റെ ഈ പ്രയത്നം ആ വഴിക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. അതിനെ അഭിനന്ദിക്കാൻ മാത്രം ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി MJ സാർ. ഇപ്പോൾ